അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള അധ്യാപകരെ, നമ്മുടെ മുന്നിൽ ഇസ്ലാമിക തർബിയത്തിന് വേണ്ടി പഠിക്കാൻ വരുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട 10 ശീലങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി നല്ല ശീലങ്ങൾ അവരിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. എന്തെല്ലാം ശീലങ്ങളാണ് ഇഹലോകത്തും പരലോകത്തും അവർ വിജയിക്കണമെങ്കിൽ അവർക്ക് വേണ്ടത്? ആ 10 ശീലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ തർബിയ കോഴ്സിലെ പഠിതാക്കൾക്ക് ഓരോ കുട്ടിക്കും ഇത് ലഭിക്കുന്നുണ്ട് എന്ന് ടീച്ചേഴ്സായ അധ്യാപകരായ നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം പലപ്പോഴും കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ടുവരാത്തതാണ് അവരുടെ മടിയുടെ, അലസതയുടെ, പല വിഷയത്തിലും പിന്നോട്ടു പോകാനുള്ള കാരണം. അതൊരു ഹാബിറ്റായി മാറുമ്പോൾ, ഒരു ശീലമായി മാറുമ്പോൾ സ്വാഭാവികമായും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ അവർ ജീവിതത്തിൽ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് അവരുടെ ഹാബിറ്റായതുപോലെ, വെള്ളം കുടിക്കുന്നത് അവരുടെ ഹാബിറ്റായതുപോലെ, ഈ നല്ല ശീലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഹാബിറ്റായി മാറുന്നതോടുകൂടെ വിജയജീവിതം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇൻഷാ അല്ലാഹ് നേടാൻ സാധിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. എന്തെല്ലാം ശീലങ്ങളാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നാമത്തത് നിസ്കാരശീലമാണ്. 5 നേരം കൃത്യമായി നിസ്കരിക്കുക. ഇത് കുട്ടികളെ ശീലിപ്പിക്കേണ്ട, കുട്ടികളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട സംഗതിയാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഏത് ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും നമ്മുടെ ടോപ്പിക്സിൽ നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യേണ്ട, നമ്മുടെ സംസാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയണം. അപ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ, നിസ്കരിക്കാനുള്ള ഒരു ഉൾപ്രേരണ യഥാർത്ഥത്തിൽ കടന്നു വരികയുള്ളൂ. എന്തിനാ ഞാനിതൊക്കെ ചെയ്യുന്നത്? ഇത് ചെയ്താൽ എനിക്കുള്ള നേട്ടം എന്താണ്? ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന മാനസികാവസ്ഥയായിരിക്കും സ്വാഭാവികമായും ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സിലൊക്കെ ഉണ്ടാകുക. ആ മാനസികാവസ്ഥയെ തകർത്ത് കളയുന്ന, ഇതിൻ്റെ പ്രാധാന്യം പല ആംഗിളിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ടീച്ചേഴ്സായ നമ്മൾ ബോധപൂർവം നിർവഹിക്കേണ്ടതാണ്. ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ നിസ്കാരത്തെ എങ്ങനെ കണക്ട് ചെയ്യുക? നമ്മളോട് ചോദിക്കണം. നിസ്കാരത്തെക്കുറിച്ച് ഞാൻ എന്ത് പോയിൻ്റാണ് ഞാൻ പറയുക? കഥകളാണോ, ഉദാഹരണങ്ങളാണോ, ചരിത്രങ്ങളാണോ, ആയത്തുകളാണോ, ഹദീസുകളാണോ, അനുഭവങ്ങളാണോ, ഇന്ന് രാവിലെ പത്രവാർത്തയിൽ കണ്ട വാർത്തയുമായി കണക്ട് ചെയ്തിട്ടാണോ? എങ്ങനെ ഞാൻ പറയും? ഈ ബോധ്യപ്പെടുത്തൽ പല രീതിയിൽ നടത്തുമ്പോഴാണ് അവരുടെ ബ്രെയിനിൽ ഇതിൻ്റെ പ്രാധാന്യം ശരിക്ക് ദൃഢമാകുന്നത്. അപ്പോൾ നിസ്കാരം എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് നിസ്കരിക്ക് എന്ന് പറയുന്നതിനു പകരം അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും നിസ്കരിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട് ട്രാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് ശീലമാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്.
ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യുക. എല്ലാ ദിവസവും കുട്ടി ഖുർആൻ ഓതാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിന് കൃത്യമായ ഏത് സമയത്താണ് മോനെ നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുക, മോൻ ഏത് സമയത്താണ് അല്ലെങ്കിൽ മോൾക്ക് ഏത് സമയത്താണ് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുക, ആ ഒരു സമയം അവരെ കൊണ്ട് തന്നെ ചർച്ച ചെയ്ത് അതൊരു സമയം ഒരു ജീവിതത്തിൻ്റെ ഒരു റുട്ടീൻ്റെ ഭാഗമായി ദിനചര്യയുടെ ഭാഗമാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിനൊക്കെ ശീലങ്ങൾ സ്വാഭാവികമായും അതൊരു ടൈമുമായി കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അല്ലെങ്കിൽ ഒരു സാഹചര്യവുമായി കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. ഖുർആൻ പാരായണം ചെയ്യുന്നത് എപ്പോഴാണ്? പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ കുട്ടികൾക്ക് വീട്ടിൽ നിന്നുമൊക്കെ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യണം, പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് എന്ന് ഓർമ്മപ്പെടുത്തിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. അതുപോലെ തന്നെ രാത്രി പാരായണം ചെയ്യേണ്ട സൂറത്തുൽ മുൽക്ക്, ഖത്തം ഓതി തീർക്കുന്നുണ്ടെങ്കിൽ അത്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ജീവിതത്തിലെ ഒരു റുട്ടീനാക്കി കൊണ്ടുവരിക, അതിനൊരു സമയം നിശ്ചയിച്ച് അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തത്. ഒരിക്കലും പേരൻസ് നിർബന്ധിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിനു മുമ്പ് തന്നെ കുട്ടികൾ ഇത് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ചെറുബയിലുള്ള കുട്ടികളെ നമ്മൾ മാറ്റേണ്ടത്. മൂന്നാമത്തത് ദിക്റുകളാണ്. പ്രത്യേകിച്ചും പ്രഭാത പ്രദോഷത്തിലുള്ള അദ്കാറുകൾ. സുബഹ് നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ ചൊല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചൊല്ലുന്നു, അതോടൊപ്പം നമ്മുടെ തെർബിയ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളെയും അത് ചൊല്ലിപ്പിക്കണം. അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതിൻ്റെ പ്രാധാന്യം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് നമ്മൾ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സ്വാഭാവികമായും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഒരുപാട് ഖൈറിലേക്ക്, ഒരുപാട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്ന നല്ല സാഹചര്യത്തിലേക്ക്, ഒരു ഡേ തന്നെ എനർജറ്റിക്കായ ഒരവസ്ഥയിലേക്ക് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും പുണ്യമുള്ളതാണ്. ഇനി അതല്ലാത്ത ദിക്റുകൾ ഉണരുമ്പോൾ, ഉറങ്ങുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പൊതുവായി കോമണായി പഠിപ്പിച്ച ഒരു മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട അദ്കാറുകൾ, അതൊക്കെ മനസ്സറിഞ്ഞ് ചൊല്ലാനുള്ള ഒരു ഉൾപ്രേരണ. കാരണം ദിക്റും പ്രാർത്ഥനകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മളെപ്പോഴും കുട്ടികളെ ബോധ്യപ്പെടുത്തണം. നമ്മൾ വല്ല അപകടത്തിലും പെട്ടുപോകുക, നമ്മൾ വല്ല പ്രയാസത്തിലും അകപ്പെട്ടു പോകുക, അങ്ങനത്തെ കാര്യങ്ങളിൽ നോക്കുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്കാറു സ്വബാഹിലും അദ്കാറുൽ മസായിലും ഒക്കെ ഉള്ളൊരു അതിൻ്റെ ഒരു പ്രാർത്ഥന ചൊല്ലിയാലുള്ള ബെനഫിറ്റായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ ബെനഫിറ്റായി പറഞ്ഞത്. അതിനു പുറമെ പാരത്രിക ലോകത്ത് നമുക്കതിൻ്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് നേരത്തെ എഴുന്നേൽക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈകി ഉറങ്ങുകയും വൈകി എണീക്കുകയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകും. പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർ മദ്രസകളിൽ കൂടി പോകുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വൈകി എണീക്കുന്നു. ആ ഒരു സാഹചര്യം മാറ്റി നമ്മൾ നേരത്തെ, അതും ഒറ്റയടിക്ക് നേരത്തെ എണീക്കുക എന്നതിനു പകരം ഘട്ടം ഘട്ടമായി ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുന്നു, പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞ് 15 മിനിറ്റ് വീണ്ടും മുമ്പിലേക്ക് വരുന്നു. അങ്ങനെ ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 4:30 അല്ലെങ്കിൽ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന നല്ല സാഹചര്യങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുക. അതിന് വേണ്ട എന്തെല്ലാം എലമെൻറ്റ്സ് ഉണ്ടോ, എന്തെല്ലാം മാർഗങ്ങളുണ്ടോ, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അലാറം സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ഭക്ഷണം കുറച്ച് കഴിക്കണം, നേരത്തെ കഴിക്കണം. ഇങ്ങനെ തുടങ്ങി ഭൗതികമായ നിർദ്ദേശങ്ങളും ദീനിയായ അദ്കാറുൽ
നൗം, ഉറങ്ങുമ്പോഴുള്ള ദിക്റുകൾ ചൊല്ലേണ്ടത്, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നേരത്തെ എഴുന്നേറ്റാലുള്ള ഭൗതികവും മതപരവുമായ നേട്ടത്തെ, ഇഹലോകത്തും പരലോകത്തും നേട്ടം മാത്രമേ ഉള്ളൂ. ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ നേരത്തെ എഴുന്നേറ്റവരായിരുന്നു എന്ന പോയിൻ്റൊക്കെ നമ്മൾ കുട്ടികളെ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. അഞ്ചാമത്തത് വായന ശീലമാക്കുക എന്നുള്ളതാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം ഏറ്റവും നല്ല പുസ്തകങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റുന്നത് സാധാരണ പറയാറുള്ളത് 2 കാര്യങ്ങളാണ്. 1 വായനയാണ്, 2 യാത്രകളാണ്. അപ്പോൾ വായന എന്നുള്ളത് ഒരു മനുഷ്യനെ ഒരു പുസ്തകത്തിൽ, ഒരു പക്ഷേ ഒരു ഗ്രന്ഥകാരൻ ഏറ്റവും നല്ല പുസ്തകങ്ങളാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് വായിക്കാനാണ് നമ്മൾ പ്രേരണ കൊടുക്കേണ്ടത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പുതിയ നല്ല വ്യക്തിയാണ് അവിടെ ജനിക്കുന്നത്. ഒരു ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ 17, 18, 20 വർഷത്തിൻ്റെ കഠിനാധ്വാനമാണ് പലപ്പോഴും ഓരോ ബെസ്റ്റ് സെല്ലറായി എഴുതപ്പെടുന്ന പുസ്തകങ്ങളും ജനിക്കുന്നത്. ഓരോ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത്രയും നേട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ ഉണ്ടാകും. ഒരു നല്ല വ്യക്തിയെ കുട്ടികളിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ, നല്ല വ്യക്തിയെ രൂപീകരിക്കണമെങ്കിൽ വായന എന്നുള്ളത് മക്കൾക്ക് അത്രയും പ്രോത്സാഹനം നമ്മൾ കൊടുക്കേണ്ട സംഗതിയാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ചില മത്സരങ്ങൾ നടത്തിയാലും പ്രശ്നമില്ല. കുട്ടികൾക്കത് ശീലമാകാൻ കുറച്ച് വായിച്ചാൽ മതി. ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് സമയം മാത്രം കൊടുത്താൽ മതി. ആ നിലക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു വായന ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആറാമത്തേത് സമയനിഷ്ഠ പാലിക്കുക. സമയത്തിനൊരു വില കൊടുക്കണം. ഒരിക്കലും നീട്ടിവെക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഓരോ കാര്യവും സമയത്ത് ചെയ്യുക എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സംഗതിയാണ്. കാരണം സമയത്ത് ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഇല്ലാതാകുകയാണ്. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുകയാണ്. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മൊബൈലിൽ വീഡിയോസ് കണ്ട്, റീൽസ് കണ്ട്, ഷോർട്സ് കണ്ട് സ്ക്രോൾ ചെയ്ത് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി അവസാനം നിർബന്ധമായും ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ മിനിറ്റിൽ, അവസാനത്തെ സമയത്തിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരവസ്ഥക്ക് പകരം ഓരോ കാര്യവും സമയം നിശ്ചയിച്ച് ചെയ്തു പോകുക എന്നുള്ളത് കുട്ടികളെ ശീലിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏഴാമത്തത് അടുക്കും ചിട്ടയുമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകേണ്ടതല്ല. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഡേ എടുക്കുമ്പോൾ തന്നെ അതിന് കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാകണം, ഒരു അടുക്കും ചിട്ടയുണ്ടാകണം. നമ്മുടെ റൂമാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൂമാണെങ്കിലും അവരുടെ പുസ്തകങ്ങളാണെങ്കിലും അവരുടെ എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ട എന്നുള്ളത്, ഡിസോർഡറായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും മനസ്സ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഓരോന്നും സമയത്ത് ചെയ്യുന്നു, ഓരോ കാര്യത്തിനും നിശ്ചിത സമയം നിശ്ചയിക്കുന്നു. അവൻ്റെ റൂം കണ്ടാലും അവളുടെ റൂം കണ്ടാലും എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും ഫീൽ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു മേന്മ, അതിൻ്റെ ഒരു മഹത്വം, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ, ഗുണങ്ങൾ ഒക്കെ നമ്മളെ കുട്ടികളിൽ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഏഴാമത്തത്. എട്ടാമത്തത് മക്കളാണ്, വിദ്യാർത്ഥികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ആരോഗ്യശീലങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഇന്ന് പലപ്പോഴും വലിയ മാരകമായ അസുഖങ്ങൾ, ലൈഫ് ഡിസീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന ജീവിതശൈലീ രോഗങ്ങൾ ഇന്ന് വ്യാപകമാണ്. പണ്ടൊക്കെ വളരെ അപൂർവമായി നമ്മൾ കേട്ടിരുന്ന രോഗങ്ങൾ വരെ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരോഗ്യശീലങ്ങളുടെ കുറവിനെയാണ് അല്ലെങ്കിൽ അഭാവത്തെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളോട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശീലിപ്പിക്കണം. ശുചിത്വവുമായി ബന്ധപ്പെട്ട്, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട്, വൃത്തിയുമായി ബന്ധപ്പെട്ട്, ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട്, ഭക്ഷണത്തിൽ നമുക്ക് പലപ്പോഴും ശരീരത്തിന് പ്രയാസമാകുന്ന നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുക എന്നതിനു പകരം ശരീരത്തിന് ആവശ്യമുള്ള ഫുഡ് കഴിക്കുക. ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ ശരീരത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹെൽത്തി ഫുഡ്
ശീലമാക്കുക എന്നുള്ളതാണ് ഒന്ന് നമ്മൾ പറയേണ്ടത്. വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ശീലിപ്പിക്കേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ ഉറക്കം, വൈകി ഉറങ്ങി വൈകി എണീക്കുന്ന ശീലത്തിനു പകരം നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന നല്ല ശീലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലം, അതും തന്നെ നല്ല സ്ട്രെസ് ഇല്ലാത്ത ഒരു ശരിക്കും ഉറക്കം കിട്ടുന്ന, ശാന്തമായി മനസ്സറിഞ്ഞ് കിടക്കുന്ന ഉറക്കം കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ ഇല്ലാതാകുമെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ശാരീരികമായ വ്യായാമങ്ങൾ, എന്തെങ്കിലും ഒരു വ്യായാമം ഡെയിലി ചെയ്യുന്ന അവസ്ഥ, അതൊക്കെ കുട്ടികളെ ശീലിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് 8ാമത്തത്. 9ാമത്തത് സമ്പാദ്യശീലം. സമ്പാദിക്കാനുള്ള അത് കുറേ കാലം കഴിഞ്ഞ് ചെയ്യേണ്ട സംഗതിയല്ല, മറിച്ച് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഇസ്ലാമികമായ മര്യാദകളോടെ ദീൻ അനുവദിക്കുന്ന മാർഗങ്ങളിലൂടെ തന്നെ സമ്പത്ത് നേടാനുള്ള മാർഗങ്ങളുണ്ട്. പലപ്പോഴും പേരൻസ് ക്യാഷ് നൽകുമ്പോൾ അതിന് വില മനസ്സിലാകാത്ത അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഗെയിം കളിച്ചിട്ടോ അങ്ങനെയുള്ള മാർഗങ്ങളൊന്നുമല്ല. അതല്ലാതെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങൾ അൽഹംദുലില്ലാ ഇത് നമ്മൾ കാണുന്നുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ അവരുടെ പഠനത്തോടൊപ്പം മറ്റു പല സംഗതിയും തുടങ്ങി അത് വലിയ സംരംഭങ്ങളായി വിജയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത്തരം സംരംഭങ്ങൾക്ക് അവർക്ക് പ്രേരണ നൽകുക, അതും ഒരു എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ്, സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കണമെന്ന്, സമ്പത്ത് എങ്ങനെ നേടണമെന്ന്, അതെങ്ങനെ ചെലവഴിക്കണമെന്ന്, അതിൻ്റെയൊക്കെ ഒരു ഇസ്ലാമിക വശം കൂടി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതാണ് 9ാമത്തത്. 10ാമത്തത് സ്വഭാവശീലങ്ങൾ. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. മറ്റുള്ളവരെ സഹായിക്കുന്നതാകട്ടെ, ചെറിയവരോട് കരുണ കാണിക്കുന്നതാകട്ടെ, വലിയവരെ ബഹുമാനിക്കുന്നതാകട്ടെ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം, വിനയമാകട്ടെ, ക്ഷമയാകട്ടെ, കോപം നിയന്ത്രിക്കുന്നതാകട്ടെ, ഒരു വിശ്വാസിയും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നല്ല സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ആവർത്തിച്ച് അതിൻ്റെ പ്രാധാന്യവും അതെങ്ങനെ നിർവഹിക്കണമെന്ന രൂപവുമൊക്കെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി നൽകി അത് പരിശീലിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ തെർബിയ കോഴ്സിൽ വരുന്ന കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഖൈർ അതിലൂടെ ഉണ്ടാകും, അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ തെർബിയ കോഴ്സിൽ വന്ന് കുട്ടികളുടെ ജീവിതം മാറിയ നല്ല പേരൻസിൻ്റെ നല്ല ഫീഡ്ബാക്കുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാൻ പറ്റും. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സിൽവർ ടീച്ചേഴ്സ് ട്രെയിനിങ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഏതൊരു സഹോദരിക്കും തൻ്റെ വീട്ടിലിരുന്ന് ഓൺലൈനായി ഒരു തെർബിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് A to Z വിശദീകരിക്കുന്ന സംവിധാനമാണ്. അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്, ടീച്ചേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്, ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ സിൽവർ ടീച്ചേഴ്സ് ട്രെയിനിങ് കമ്മ്യൂണിറ്റി. അതിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആകാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള ഇതുപോലെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.